ഹലോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുകയാണേ. കറങ്ങാൻ പോകാമെന്ന് വെച്ചാൽ അധികം ദൂരമൊന്നുമില്ല, ബാലുശ്ശേരിക്കാട്ടോ. അവിടെ ഒരു പാർക്ക് ഉണ്ട് നേട്ടൻ പറഞ്ഞു, അതാ പോണതേ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതേപോലെ നല്ല കോടയൊക്കെ ഉള്ള ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ബാലുശ്ശേരി. നമ്മൾ കല്യാണത്തിന് മുന്നേ ആയാലും കല്യാണത്തിന് ശേഷമായാലും ആമി ജനിച്ചതിന് ശേഷമായാലും ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലം ബാലുശ്ശേരി കേട്ടോ. ബാലുശ്ശേരി എന്നല്ല, കരിയാത്തൻപാറ. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടാകുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് റെസ്ട്രിക്ഷനാണ്. പോലീസ് വരും, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും, പുറത്തേക്ക് പറഞ്ഞേക്കും. പക്ഷെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകുന്നേരം ആയിട്ടായിരിക്കും. ഇന്നും ഇറങ്ങിയത് നേരം വൈകിട്ടാട്ടോ. ഞാൻ ഏട്ടനോട് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ബീച്ചിലെങ്ങാൻ പോവാം, എന്നിട്ട് അവിടെ വരെ പോയിട്ട് മടങ്ങി വരും. നമ്മൾ സ്ഥിരം ഏർപ്പാടാട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തിയൊരു ചായ കുടിച്ചു കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ചായക്കട ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് മലകളും ആ കാടുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ പുറകിലൊക്കെ നല്ല ഭംഗിയാട്ടോ. ഈ റബ്ബർ എസ്റ്റേറ്റും അതേപോലെ ഒരു പുഴയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി കനാലോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്, പിന്നെ നല്ലോണം സൂക്ഷിക്കണം അവിടെ കേട്ടോ. പക്ഷേ അടിപൊളി സൈറ്റാട്ടോ. പിന്നെ നമ്മളത് അവിടുന്ന് ചായ എല്ലാം കുടിച്ച് ഇറങ്ങി. നല്ല ഫോഗ് വരുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ ഫോഗും തണുപ്പും ഒന്നും ഒരു വലിയ പ്രശ്നമില്ല. നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഈ കോടമഞ്ഞൊക്കെ ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണേ. വീഡിയോ ക്ലാരിറ്റിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണും കേട്ടോ. സൈഡെല്ലാം ഇടിഞ്ഞ് കിടക്കുക കേട്ടോ. എപ്പോൾ വേണേൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. സൂക്ഷിച്ച് മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. ഞങ്ങൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. കാരണം മഴയത്ത് ഞങ്ങൾ കൊണ്ടുവരാറില്ല. കാരണം അവിടെ ഒരുപാട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ കണ്ടത് ഭയങ്കര ത്രില്ലാട്ടോ. ആമിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മള് ബാക്കോട്ട് പോവാണോ അല്ലെങ്കിൽ തന്നെയാണോ വഴി? ഇതൊരു അടിപൊളി വാട്ടർഫോൾ കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ബസ് വന്നതുകൊണ്ട് നമ്മൾ വേഗം സൈഡാക്കി കൊടുത്തു. ബസ് വന്നു കഴിഞ്ഞാൽ അതും നമുക്കും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഫോഗാണല്ലോ, മുന്നോട്ടേക്ക് കാണാൻ തന്നെ പറ്റുന്നില്ല. ആമിക്കുട്ടി അതിനെ പിടിക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് എന്താ കൈ തട്ടാത്തതെന്നാണ് ചോദിക്കുന്നത്. ബസ് ഇതൊക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. പണ്ട് നമുക്ക് ടി വിയിൽ സീരിയലിലും സിനിമയിലും ഒക്കെ ബ്രഹ്മലോകമൊക്കെ കാണിക്കില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും കേട്ടോ നമുക്കിത് കാണുമ്പോൾ. ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ എനിക്ക് അതാണ് തോന്നിയത് ഞാൻ പറഞ്ഞത് കേട്ടോ. സിന്ദൂര
എവിടെത്തും? നമ്മൾ ആകാശത്തിൽ കൂടിയാണോ പോകുന്നത്? ഈ റോഡൊന്നും ഇത്ര സേഫ് അല്ല കേട്ടോ. റോഡ് പണി നടന്നുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല മഴയാണല്ലോ, അപ്പം ഈ മണ്ണിനൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ചിലപ്പം ഇടിഞ്ഞ് വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പാർക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പാർക്ക് അവിടെ ഉള്ളതായിട്ട് അറിയില്ല. ഞാനും മാമിനെ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് കേട്ടോ. പോണ വഴിയിൽ നല്ല മലവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ പേടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. പക്ഷേ പണി പാളി, പാർക്ക് പൂട്ടിപ്പോയി. കാണുമ്പം അടിപൊളിയാട്ടോ സൈറ്റൊക്കെ. പക്ഷെ കോമഡി അതല്ല, നമ്മളിവിടെ ആളോട് ചോദിച്ചപ്പോൾ ഈ പാർക്ക് പൂട്ടിയിട്ട് 1 വർഷമായി. അതാണ് അതിൻ്റെ പോയിന്റ്. ഇവിടുത്തെ ബോർഡിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മിസ്സായിപ്പോയി. ആമയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അവൾ തീരെ പുറത്തേക്ക് ഇറങ്ങിയത് പോലുമില്ല. പിണങ്ങിയിരിക്കട്ടോ എല്ലാവരോടും. അവളെ കാണുന്നുണ്ടോ? കാരണം അവൾ അത്രയും ആശിച്ചു പോയതാണ് പാർക്കിൽ വന്നിട്ട് കളിക്കാം എന്തൊക്കെയോ വിചാരിച്ചതാണ്. വിളിച്ചിട്ട് മിണ്ടാൻ പോലും വയ്യ. ഇങ്ങോട്ട് നോക്കടോ. നമ്മൾ അവിടെ നിന്ന് മെല്ലെ പോന്നു. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ പോയത്. പക്ഷേ കഷ്ടകാലം അവിടെയും പൂട്ടിപ്പോയി ഗൈസ്. പിന്നെ ആ സെക്യൂരിറ്റിയുടെ സോപ്പിട്ട് അടയ്ക്കണതിൻ്റെ മുന്നേ ഞങ്ങൾ ജസ്റ്റ് ആ ഊഞ്ഞാലൊക്കെ ഒന്ന് അടിക്കോട്ടെ, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വന്നതാണ്, അവൾക്ക് ഒരുപാട് പ്രതീക്ഷയായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ വേഗം നോക്കട്ടെ. എന്നിട്ട് അയാൾ അവിടെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് വെക്കണ വരെ നിങ്ങൾ ആടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാട്ടോ. ഇതിൻ്റെ ചുറ്റിലുമുണ്ട് കുറച്ച് സ്ഥലങ്ങൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കേട്ടോ. നമ്മൾ മുന്നേ വന്നപ്പോൾ ആമി ചെറുതായ സമയത്തൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയത്ത് എന്തോ ഞങ്ങൾ ഇറങ്ങിയ സമയം ലേറ്റായിട്ടാണ്. അന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞത് ചെന്നിട്ട് അത് അടയ്ക്കണത് കാണാനായിരിക്കും നമ്മൾ പോണത്. അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഒക്കെ അനുഭവമുള്ളതാണല്ലോ, നേരം വൈകി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതല്ല, എന്നാലും പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇത്ര നേരത്തും വൈകി ഇറങ്ങിയാൽ അവിടെ വൈകി എത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് വലിയ ഹാപ്പി കുഴപ്പമൊന്നുമില്ല, ആമിക്ക് അത്ര ഹാപ്പി അല്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആമി നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഒത്തിരി ഫുഡ് എന്തോ കഴിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയത്. അപ്പം ബ്രോസ്റ്റഡ് ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കരയാം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ തൽക്കാലം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അത് പറ്റില്ല, അവൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെ വേണം, അതിനുവേണ്ടി എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അവസാനം നമ്മളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കടയിൽ കയറി. അവൾക്ക് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തു, ഞങ്ങൾക്ക് വേറെയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവളുടെ ഫുഡ് എത്തിയിട്ടോ. റോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ ആരും അവളെ നിർബന്ധിക്കുകയും വേണ്ട, ആരും വാരിക്കൊടുക്കുകയും വേണ്ട, അത് അവൾ തന്നെ ആയിക്കോളൂ കേട്ടോ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അവൾ ലെഫ്റ്റ് ഹാൻഡോടെ കഴിക്കുമ്പോൾ തോന്നും കേട്ടോ. അത് എൻ്റെ സെൽഫ് ക്യാമറേൻ്റെ ആണേ. പാവം അവൾ വിശന്ന് സൈഡായിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. വയലയുടെ കരിയാത്തൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ ഒന്നും ഉണ്ടാവില്ല. കുറേ മലയും കുന്നും കുറേ കാഴ്ചകളും കാണാനല്ലാതെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയേ വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങളെ ഫുഡ് എത്തിയിട്ടോ. ഞങ്ങൾ മദ്ദൂതും പിന്നെ അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മളത് ഞാൻ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് പാർസലെല്ലാം വാങ്ങി നമ്മൾ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ യാത്രയിലെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.